ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആവുന്നുള്ളത്. ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആയാലും ഹൈ പ്രഷർ പമ്പ് കംപ്ലയിൻ്റ് ആയാലും നല്ലൊരു കോസ്റ്റ് വരും, പക്ഷേ അത് ചെറിയ ചിലവിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ഇഞ്ചക്ടർ അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഞാനൊരു ഷോപ്പും കൂടി പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഡീസൽ നിങ്ങളുടെ ഇഞ്ചക്ടേഴ്സും ഹൈ പ്രഷർ പമ്പ് കംപ്ലയിൻ്റ് ആക്കി കഴിഞ്ഞാൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഇഞ്ചക്ടറിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാത്രമല്ല നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിലുള്ളവർക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഷോപ്പും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അഴിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ഇത്രയും സംഭവങ്ങൾ വരും. ഈ സംഭവം എന്നുള്ളതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് കേട്ടോ. ഇതിനകത്തേക്ക് 2 വയർ പോകാനുള്ളൊരു സംഭവം കണ്ടില്ലേ. നമ്മുടെ ECM നിന്ന് കൊടുക്കുന്ന ടൈം അനുസരിച്ചിട്ട് ഇതിനകത്തേക്ക് വോൾട്ടേജ് വരും. വോൾട്ടേജ് വരുമ്പോൾ ഇതൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. അതായത് ഇത് ഒരു സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ആ സമയത്ത് ഇതാണ് ഇതിൻ്റെ ബോഡി എന്നുള്ളത്. ഇതിനകത്തേക്ക് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇതിങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു പീസ് വരിക. അങ്ങനെയാണ് ഇത് ഇഞ്ചക്ടറായി മാറുക കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിന് ഇതിനകത്ത് കൂടെ, അപ്പോൾ ഈ ഒരു ഹോളിനകത്ത് കൂടെ ഇതും നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ ഡീസൽ എഞ്ചിനിലൊക്കെ ഇതിൻ്റെയൊക്കെ ത്രെഡ് ചെറിയ കംപ്ലൈൻ്റ് ആയാൽ പോലും ഈ ഭാഗത്തു നിന്നൊക്കെ ചെറിയ രീതിയിൽ ഡീസൽ ലീക്കേജ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവത്തിന് ഇതിനകത്ത് കൂടെ ഡീസൽ ഇൻടേക്ക് ഉള്ളിലേക്ക് ഡീസൽ പോകും. അപ്പോൾ ഡീസൽ ഉള്ളിലേക്ക് പോകാനുള്ളതും റിട്ടേൺ പോകാനുള്ളതിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കൂടെ ഡീസൽ ഉള്ളിലേക്ക് പോയിട്ട് അത് ഈ ഒരു ഭാഗത്തോടെ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു നീഡിലുണ്ടാവും. ആ കാണുന്ന നീഡിലാണ് ഈ ഒരു നീഡിൽ. ഇതുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കണ്ടില്ലേ വളരെ മൈക്രോ സംഭവങ്ങളാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഹോൾസിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ നീഡിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് ഈ ഒരു സ്പ്രിങ് ഇതിനകത്ത് വരും. പിന്നെ ഒരു ലോക്ക്, ഈ ചെറിയൊരു ലോക്ക്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനൊരു സാധനം വരും. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതേപോലത്തെ ഒരു പീസ് വരും. അപ്പോൾ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഡീസൽ വന്നു കഴിഞ്ഞിട്ട് ആ ഡീസലാണ് ഇവിടെ ഒരു എക്സ്ട്രാ യൂസ്. ഇതിനകത്തേക്ക് ഇങ്ങനെ സെറ്റ് ആവും കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സെറ്റാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഡീസൽ സ്പ്രേ ചെയ്തിട്ട് ഈ സംഭവത്തിനകത്തേക്ക് വരും. ഇതിൻ്റെ അകത്തും ചെറിയൊരു നീഡിലുണ്ട് കേട്ടോ. ഈ നീഡിൽ നമുക്ക് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇതുണ്ട്. ആ നീഡിൽ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. ഇതിനകത്തൊക്കെ വളരെ മൈക്രോ ലെവലിലുള്ള ഹോൾസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് ഇത് അല്ലേ ഈ ഹോൾസിനകത്തേക്ക് നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് ഇടുകയാണെങ്കിൽ, ഞാനൊരു ബേസിക് സംഭവം ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടോ. ഇതാണ് ഇഞ്ചക്ടറിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങൾ. ഇതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ബോഡി നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ഇഞ്ചക്ടറായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല ഭാഗങ്ങളായിട്ട് നമുക്കിത് പണിതെടുക്കാൻ പറ്റും. അതായത് ചില ഇഞ്ചക്ടറുകളിൽ ഓവർ ഹീറ്റായിട്ട് ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്പിൻ്റെ ഭാഗത്ത്, ഇത് ഫയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പീസാട്ടോ. ഇതാണ് കരിഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ എഞ്ചിൻ്റെ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ അടിയിലൊരു വാഷറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വണ്ടി ഓവർ ഹീറ്റ് ആവും, ഓവർ ബേണിങ് ആവുന്ന വണ്ടിയാണെങ്കിൽ ഇത് ഹീറ്റായി കഴിയുമ്പോൾ ഇതിൻ്റെ ടിപ്പ് അടഞ്ഞു പോവും. അങ്ങനെ ഇത് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പീസ് മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ തന്നെ അഴുക്കൊക്കെ കയറിയിട്ടാണെങ്കിൽ നീഡിൽ ബ്ലോക്കായി പോയിട്ടുള്ള കംപ്ലയിൻറ്റ്, അങ്ങനെ നീഡിൽ മാത്രമായിട്ട് മാറാൻ പറ്റും. ഇനി ഈ ഒരു സോളിനോയിഡ് കംപ്ലയിൻ്റ് ആയി അങ്ങനെ നമുക്ക് സോളിനോയിഡ് മാത്രമായിട്ട് മാറാൻ പറ്റും. പിന്നെ ഇതൊന്നും കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും അഴുക്കടിഞ്ഞിട്ട് ഇത് കംപ്ലയിൻ്റ് ആവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് അഴിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സർവീസ് ചെയ്യാൻ പറ്റുന്ന എറണാകുളത്താണെന്നുണ്ടെങ്കിൽ നല്ല ഡീസൽ മെക്കാനിക്ക്, ഏറ്റവും ബെസ്റ്റ് ഡീസൽ മെക്കാനിക്കിൻ്റെ ഷോപ്പ് എന്നുള്ളത് ശ്രീകൃഷ്ണ ഡീസൽ മെക്കാനിക് കേട്ടോ. അപ്പോൾ അവരുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾ ഈ 10,000 20,000 കൊടുത്തിട്ട് ഇതേപോലത്തെ ഡീസൽ ഇഞ്ചക്ടറൊക്കെ മാറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുന്നു. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഏകദേശം കോസ്റ്റ് 2,000-2,500 ആ റേഞ്ചാണ് വരുന്നുള്ളൂ. ഇനി ഇത് സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ടാണെങ്കിലും ഏകദേശം ഒരു ഇഞ്ചക്ടറിന് 4,000 പ്ലസ് ക്ലീനിങ് ചാർജും കൂടി ആകുമ്പോൾ 6,000 റുപ്പീസിന് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേപോലത്തെ സ്പെയറിൻ്റെ ടിപ്പുകൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് വലിയ എമൗണ്ട് ലോസ് ആവുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ എമൗണ്ടിന് ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ മെയിൻ്റനൻസിൽ നമുക്ക് ഡീസൽ വണ്ടികൾ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് അത് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനും ഇത് സ്പ്ലിറ്റ് ചെയ്ത് വർക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ്.
അപ്പോൾ ഞാൻ ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അവിടെ കൊണ്ട് കൊടുത്ത് അവരുടെ ഒരുപാട് ഇഞ്ചക്ടറുകൾ കംപ്ലയിൻ്റ് ആയതുണ്ട്. നിങ്ങളുടെ ഇഞ്ചക്ടറിന് ഏത് ഭാഗമാണോ കംപ്ലയിൻറ്റ് ആ ഭാഗം മാത്രമായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് തരുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്ക്.